Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പൊതുവെ ഒരു പറച്ചിലുണ്ട്. മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട സമൂഹമെന്ന്. മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട സമൂഹത്തിന് നിലനിൽക്കാൻ അവകാശമില്ല. മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെ നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ മാനസിക ആരോഗ്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന തിരുവല്ല പുഷ്പഗിരി മെഡിസിറ്റി സ്റ്റുഡൻസിനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ റിസോഴ്സ് പേഴ്സണായിട്ട് വന്നിരിക്കുന്ന പുഷ്പഗിരി മെഡിസിറ്റി കോളേജിലെ അധ്യാപകരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ ജോർജ് വർഗീസ്, പ്രിൻസിപ്പൽ, ഡെന്റൽ കോളേജ്, പുഷ്പഗിരി മെഡിസിറ്റി. പ്രൊഫസർ ദീപ്തി മാത്യു, അസോസിയേറ്റ് പ്രൊഫസർ, പുഷ്പഗിരി മെഡിസിറ്റി. സിസ്റ്റർ അനില FDSHJ, പുഷ്പഗിരി മെഡിസിറ്റി. റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. നമ്മളെല്ലാവരും നമ്മളുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് വളരെ കൺസേൺഡാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. ആരോഗ്യം വീണ്ടെടുപ്പാനായിട്ടുള്ള എല്ലാ സംഗതികളും അവർ ചെയ്യുവാൻ തയ്യാറുമാണ്. എന്നാൽ മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ മാനസിക ആരോഗ്യവും നമ്മുടെ ശാരീരിക ആരോഗ്യവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പക്ഷം വരികിൽ നമ്മുടെ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് കേരളത്തിൽ കൂടുതൽ ആളുകൾ രോഗികളായിട്ട് മാറുന്നത് എന്നുള്ള വസ്തുത നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം. എന്തുവാ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? നിങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ട് ശാരീരിക ആരോഗ്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പെട്ടെന്ന് പറയും. എന്നാൽ എന്താ ഈ മാനസിക ആരോഗ്യം എന്ന് പറയാം? വാട്ട് യു മീൻ ബൈ മെൻ്റൽ ഹെൽത്ത്? ഒന്ന് പറയാമോ? ഒന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കട്ടെ. മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്നാ ഒന്ന് പറഞ്ഞാട്ടെ. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള രോഗാവസ്ഥകളല്ലാതെയുള്ള അവസ്ഥകളെയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ വരുന്നത്. ശാരീരികമായ രോഗമില്ലാതിരിക്കുന്ന അവസ്ഥയാണോ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്? അല്ല, അങ്ങനെയല്ല. പക്ഷേ നമ്മൾ ഒരു അസുഖമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തിലും വേറെ സമാധാനപരമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, എപ്പോഴും സന്തോഷിച്ചും സമാധാനപരമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസിക ആരോഗ്യം. നിങ്ങൾക്ക് അതിനോട് കൂടി എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്. അല്ല, മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെ നമ്മളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇപ്പം സന്തോഷമാണേലും ദുഃഖമാണേലും എങ്ങനെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതാണ്
മാനസികാരോഗ്യം. അതായത് ഏത് സാഹചര്യത്തെയും ക്രിയാത്മകമായി നേരിടാനുള്ള നമ്മുടെ ഒരു കഴിവാണ് മാനസികാരോഗ്യം. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുക, പറഞ്ഞാട്ടെ. അത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, പല വലിയ അസുഖങ്ങളുള്ളവരും, ഈവൻ ക്യാൻസർ വരെ ഉള്ളവരും, അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ളവരെ നമ്മുടെ പല രോഗികളെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാനിടയാകുമ്പോൾ ഈവൻ ക്യാൻസർ വരെ ഉള്ളവര് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ കൂട്ട് തന്നെയാണ് ഞാനും എന്ന് പറഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതേസമയം ഇവൻ ചില അതൊരു ഡിനേൽ ആകത്തില്ലയോ പലപ്പോഴും? എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തെ ഡിനായ് ചെയ്യുകയല്ലയോ പലപ്പോഴും ചെയ്യുന്നത്? അത് യാഥാർത്ഥ്യത്തെ ഡിനേ ചെയ്യുന്ന പോലെ ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ അവരുടെ ഒരു മെന്റൽ ഹെൽത്ത്, ആ ഒരു അസുഖത്തിലും അവർക്ക് അതിൽ നിന്നൊരു വിടുതൽ, അവരുടെ ഒരു വിശ്വാസം അതവർ മുറുകെ പിടിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇപ്പം ചെറിയ ചെറിയ അസുഖങ്ങളുള്ളവർക്ക് അവരുടെ മെന്റൽ ഹെൽത്തിന്റെ ആ ഒരു വൈകല്യം കൊണ്ട് തന്നെ അവർ അതിനെ ഒരു വലിയ രോഗമായി കണ്ട് ഈവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു ജീവിത ശൈലിയിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് എന്തെങ്കിലും പറഞ്ഞാ സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ ആണ് ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തോ ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്നാ? സൈക്കോളജി, ഇപ്പോൾ രോഗമുള്ള ഒരു പേഷ്യന്റ്, അയാൾക്ക് അയാളുടെ ഇമോഷൻസും അയാളുടെ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് രോഗത്തിനും ഒരുമാതിരി നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ളവരായതുകൊണ്ടാകാം എല്ലാം ഈ രോഗവുമായിട്ട് ബന്ധപ്പെടുത്തിയായി ചിന്തിക്കുന്നത് അല്ലേ? രോഗവുമായിട്ട് ബന്ധപ്പെടുത്താതെ ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്താണെന്നൊന്ന് പറയാൻ നോക്കുവോ? ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഒരു സ്മൈലാണ്. നമ്മൾ ഒരാളുടെ ഒരു ചിരി കണ്ടാൽ അറിയാം അയാൾ സൈക്കോളജിക്കലി എത്രമാത്രം ഫിറ്റ് ആണെന്നുള്ളത്. ആ സ്മൈലിലൂടെ അയാൾ എത്രമാത്രം ഹാപ്പിയാണ് എന്നൊക്കെ നമുക്ക് ഹൃദയംഗമായിട്ട് ഒരു സന്തോഷമൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? വാട്ട് യു മീൻ ബൈ മെന്റൽ ഹെൽത്ത്? നിങ്ങളുടെ അഭിപ്രായം? യെസ്, ഒരു ഡിസിഷൻ മേക്കിങ്ങിനും ഈ മെന്റൽ ഹെൽത്ത് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും നമ്മളാണെങ്കിൽ നമ്മളൊരു മെന്റലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്കത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഏതൊരു മേജർ ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. തക്ക സമയത്ത് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്, അതാണ് മെന്റൽ ഹെൽത്ത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? ഓക്കെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. യെസ്, പറഞ്ഞോ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരു മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്ത് സാഹചര്യം ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എനിക്കത് തോന്നുന്നില്ല. നമ്മളിൽ പലരെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാലും പോകുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ആത്മഹത്യകളൊക്കെ കൂടി വരുന്നത്. അതൊക്കെ ഈ ഒരു മെന്റലി ഹെൽത്തി അല്ല എന്നുള്ളതിന്റെ അടയാളമാണ്. ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ സമൂഹത്തിന്റെ മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒരു അടയാളമാണ്. അപ്പോൾ എനിക്കിപ്പോ ഇവിടെ പറയാനുള്ളത് മായ ഏഞ്ചലോ എന്ന് പറഞ്ഞൊരു പോയിറ്റ് ഉണ്ട്. ആ പോയിറ്റിന്റെ ഒരു കോട്ടിംഗ് ആണ്. അതായത് നമ്മൾ ഏതൊരു സാഹചര്യം, ഏതൊരു ബർഡനോ ബാരിയറോ ഒക്കെ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ വി ഫീൽ ബെറ്റർ അബൌട്ട് അവർ സെൽഫ്. നമ്മളെ കുറിച്ച് തന്നെ നല്ലത് തോന്നുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും സ്ട്രെങ്തൻ ആണ്. പറഞ്ഞു വരുന്നത് വളരെ ശരിയായ ഒരു സംഗതിയാണ്. മാനസിക ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ എല്ലാം അനുകൂലമാക്കി നേരിടുക എന്നുള്ളതല്ല. ഏത് സാഹചര്യങ്ങളോ ഏത് അവസ്ഥയോ അതിനെ നമ്മൾ നേരിട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വയമായിട്ടൊരു ബെറ്റർ ഫീലിംഗ് ഉണ്ടാകുക. ഐ ഡിഡ് മൈ ബെസ്റ്റ്, എന്നെ കഴിയുന്ന രീതിയിൽ നന്നായിട്ടത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിയുമ്പോൾ എ ബെറ്റർ ഫീലിംഗ് അബൌട്ട് യുവർ സെൽഫ്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു മതിപ്പ് നമുക്കുണ്ടാകുക. അത് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പം സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ വിവിധ വശങ്ങൾ പല ആംഗിളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്തു. എന്നാൽ പ്രധാനമായിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ വെൽബീയിങ് ഏത് സാഹചര്യങ്ങളെയും ക്രിയാത്മകമായി നേരിടുവാനും നേരിട്ട് കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തിയും, ഇതാണ് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൻ്റെ ഒരടയാളം എന്ന് പറയുന്നു. അപ്പം മെൻ്റൽ ഹെൽത്തിന് പല വശങ്ങളുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്തുള്ള വ്യക്തിയാണോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഒന്നാമത് അസസ് ചെയ്യേണ്ടത് അവരുടെ റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പ് ആരോഗ്യപരമായി
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ ആൾ മെൻ്റൽ ഹെൽത്ത് ഉള്ളൊരു വ്യക്തിയാണ്. രണ്ടാമതായിട്ട് ഈ ഫ്ലെക്സിബിലിറ്റി, അതായത് സത്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ പിടിച്ചിരുന്ന ആ ഒരു കമ്പ് വിട്ടിട്ട് അറിഞ്ഞ സത്യങ്ങളെ സ്വീകരിപ്പാൻ കാണിക്കുന്ന ഒരു മനോഭാവം, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അതും നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരടയാളമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കഴിവ്, അതും മെൻ്റൽ ഹെൽത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉള്ള ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ, ഒരു സ്വയം വിലയുണ്ടല്ലോ. ആ വിലയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ അടിസ്ഥാനം. ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചർച്ചയ്ക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ അതിനു മുൻപ് ഈ മെൻ്റൽ ഹെൽത്ത് നമുക്കുണ്ടാകേണ്ടത് എവിടെ നിന്നാണ്, എവിടെയാണ് ഇത് ആരംഭിക്കേണ്ടത്, അതിനെക്കുറിച്ച് ഒരവബോധം ഉണ്ടാകുന്നത് നന്നായിരിക്കും. പ്രായമായതിനു ശേഷം മെൻ്റൽ ഹെൽത്തൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നു എന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഈ വളർച്ചയുടെ ആരംഭം എവിടുന്ന്? യെസ്, ഒന്ന് പറഞ്ഞാട്ടെ. മെന്റൽ ഹെൽത്ത് ആദ്യമേ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അപ്പനും അമ്മയും അടങ്ങിയ ഒരു ഭവനത്തിൽ നിന്നാണ് മെന്റൽ ഹെൽത്ത് തുടങ്ങേണ്ടത്. അതായത് അവർ കൊച്ചിലെ തൊട്ടേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ പഠിപ്പിക്കുക, അങ്ങനെ മാനുഷിക മൂല്യം കൊടുത്ത് അവരെ വളർത്തുക. ഒരു 10ാം ക്ലാസ്, ഒരു LKG UKG കാലഘട്ടം ആകുമ്പോൾ നമ്മൾ സ്കൂളിലോട്ട് പ്രവേശിക്കും. സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലായിട്ടുള്ള ഒരു റിലേഷൻ, ടീച്ചേഴ്സ് ആയിട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആരും കൂടെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടെ ഒരു മാനസിക മൂല്യം അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ കോളേജുകളിൽ ചെല്ലുമ്പോൾ വേറൊരു ഫീൽഡാണ്, കുറെ കൂട്ടുകെട്ടുകളാവും, കുറെ ആൾക്കാർ. നമുക്ക് പിന്നീട് വരാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ആദ്യമേ ഇത് തുടങ്ങേണ്ടത് ഭവനത്തിൽ നിന്നാണ്. ഭവനത്തിൽ നിന്ന് പേരൻസ് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് മാനസിക ആരോഗ്യമുള്ളവരായിട്ട് വളർന്നു വരാനായിട്ട് സാധിക്കുമെന്ന്. ഈ ഭവനത്തിൽ നിന്ന് കൊടുക്കണമെന്ന് പറയുമ്പോഴേ ആ ഭവനത്തിൽ ഇന്ന് എന്തുവായി കൊടുക്കേണ്ടത്? പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മക്കളും 10-15 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കാര്യങ്ങൾ പറയാനും പങ്കുവെക്കുവാനും ഉണ്ടായിരുന്നു. ഇന്നത്തെ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനും അമ്മയും 2 മക്കള്, പേരിന് 2 മക്കൾ, ഒരു മോള്, ഒന്ന്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടാണ് ഇപ്പൊ ഒരു മാനസിക മൂല്യം എന്നുള്ളൊരു കൺസെപ്റ്റ്. ആളുകൾ കുറയാന്ന് വെച്ചാൽ അവർക്ക് ഷെയർ ചെയ്യാൻ ആൾക്കാരില്ല. അപ്പൻ എന്ന് പറയുമ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ രാത്രിയിലാവും വരുന്നു, അമ്മയാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു, മക്കൾക്ക് പറയാനായിട്ട് ആരുമില്ല. അവരെപ്പോൾ ന്യൂ ജനറേഷനോട്ട് തിരിയുക, അതായത് കമ്പ്യൂട്ടർ, ഫോൺ, അങ്ങനെ തിരിയുക. അപ്പൊ അവർക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഭവനമാണ്. അതായത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സമയം കൊടുത്ത് തുടങ്ങുന്നതാണ് ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത്, അല്ലേ? ടീച്ചറിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കുടുംബസ്ഥ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കുടുംബത്തിൽ മെന്റൽ ഹെൽത്തിന്റെ ആരംഭം, വളർച്ചയുടെ ആരംഭം കുറിക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞത്. അപ്പോൾ കുടുംബത്തിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ടോ? ഉണ്ടെങ്കിൽ കുടുംബത്തിന്റെ ആ സ്ഥാനം എന്താവെന്ന് പറയാമോ? മാതാപിതാക്കൾ ജോലി കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല. സത്യത്തിൽ എൻ്റെ വീട്ടിലാണ് മൂത്ത കുട്ടി വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ കേൾക്കാം, നീ പൊക്കോളാന്. അപ്പം സമയം ഒരു ഫാക്ടറാണ് അവിടെ. പിന്നെ കൂട്ടുകുടുംബം ഇല്ലാത്തത് കൊണ്ട് അപ്പച്ചൻ, അമ്മച്ചി അല്ല, അങ്ങനെ ഒരു ബന്ധം നമുക്ക്, അങ്ങനെ കുട്ടികൾക്ക് അവരുടെ വിഷമങ്ങൾ, സന്തോഷങ്ങൾ പറയാൻ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും പറയാൻ ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ആവശ്യമായ സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇന്ന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് ടീച്ചർ ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ ആവശ്യമായിരിക്കുന്ന സമയം കുഞ്ഞുങ്ങൾ, യെസ്, ഇതെന്തോ പറയാൻ പറഞ്ഞാട്ട്. എൻ്റെ പ്രിയപ്പെട്ട മിസ് പറഞ്ഞ ഒരു ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം ഒരിക്കലും നമ്മൾ കൂട്ടുകുടുംബത്തിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞു. അപ്പം കൂട്ടുകുടുംബവും ഇപ്പോഴത്തെ ജനറേഷനിലെ പേരൻസിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ലഭ്യതക്കുറവും. അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു 4 മണി 5 മണി ശേഷം നമ്മുടെ മാതാപിതാക്കളെല്ലാം വീടുകളിലുണ്ട്. കൂട്ടുകുടുംബത്തിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഇപ്പോഴത്തെ വീടുകളിലെല്ലാം 1 അല്ല 2 പിള്ളേർ വെച്ച് മിക്കവാറും എല്ലാ വീടുകളിലും ഓക്കെ 2 അടുത്തുണ്ട്. അപ്പം ഈ ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറഞ്ഞാൽ അത് ഒരു മക്കൾ തമ്മിൽ മാത്രം ആകാൻ, അങ്ങനെ മാത്രം ആകേണ്ട ഒരു കാര്യമല്ല. ഇപ്പം ഈ ഒരു മുട്ടായി കിട്ടിയാൽ നമുക്ക് 2ആയിട്ട് മുറിച്ച് എൻ്റെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് കൊടുക്കാം. സഹോദരൻ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അത് 2ആയിട്ട് മുറിച്ച് അപ്പനും അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കാം.
അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ആരും വീട്ടിലില്ലെങ്കിൽ ഈ മുട്ടായി മുറിച്ച് വരെന്നെ ചെയ്യും. ആരും വീട്ടിലില്ല എന്നുള്ള കേസിലാണെങ്കിൽ ഇപ്പം ആ മുട്ടായി കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുക. അപ്പൊ ആരെങ്കിലും വീട്ടിൽ വരുമല്ലോ. എന്നാലും വേറൊരാൾക്ക് കൊടുക്കരുത്, മാറ്റി വെച്ചിട്ട് വേറെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തന്നെ കഴിക്കാതെ അപ്പൊ ആ ഒരു ഷെയറിങ് കയറി നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഒരിക്കലും ഒരു കൂട്ടുകുടുംബം മാറി ന്യൂക്ലിയർ ഫാമിലി ആയതിന്റെ ഒരു പോരായ്മയായിട്ട് ഇത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കുടുംബത്തിൽ നിന്ന് ഈ ഒരു ഷെയറിങ് കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെങ്കിൽ മാതാപിതാക്കൾ ആവശ്യമായ സമയം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഊന്നലാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഈ മാതാപിതാക്കൾ ആവശ്യമായ സമയമൊക്കെ കൊടുക്കണമെന്ന് വരികിൽ ഈ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട്? ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കട്ടെ. ഈ കുടുംബത്തിന്റെ അന്തരീക്ഷം എങ്ങനെയുള്ളതായിരിക്കും? കുടുംബത്തിന്റെ അന്തരീക്ഷം ആദ്യം തന്നെ കുടുംബത്തിലെ അപ്പനും അമ്മയും തമ്മിൽ നല്ലൊരു ധാരണയിലായിരിക്കണം. അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികളും നല്ല അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ വളർന്നു വരത്തുള്ളൂ. അതിപ്പം സമയമില്ല, ന്യൂക്ലിയർ ഫാമിലിയിൽ സമയമില്ല എന്ന് പറയുന്നൊരു പോയിന്റ്. നമ്മളിപ്പം കുട്ടികളോട് സംസാരിക്കണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെച്ച് അതിനുവേണ്ടി തന്നെ ഇരിക്കണം എന്നില്ല. ഒരു കുടുംബമാകുമ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം, ഇതിപ്പോൾ രാവിലെ ആർക്കും സമയമുണ്ടാവില്ല, ഉച്ചയ്ക്കും ഉണ്ടാവില്ല, ഡിന്നർ എങ്കിലും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് അപ്പനോ അമ്മയും 2 കുട്ടികൾ അല്ലെ 1 കുട്ടി നമ്മളൊരു ഫാമിലി ആയിട്ടിരുന്ന് ഡിന്നർ ടേബിൾ നമുക്ക് എന്തുകൊണ്ട് നല്ലൊരു സംവാദം, ഒരു വേദി ആക്കിക്കൂടാ? അപ്പനും അമ്മയ്ക്കുമുള്ള അവരുടെ പലയിടത്തും ഇങ്ങനെ ഡിന്നർ വേദികളൊക്കെ നല്ല സംവാദത്തിന്റെ വേദികളാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഈ പ്രാവശ്യത്തെ പരീക്ഷയുടെ മാർക്ക് കിട്ടിയോടാ, എത്ര കിട്ടി, അതിന്റെ പ്രോഗ്രസ് കാർഡ് എന്തിയെ? ഇതൊക്കെ ഒരു സംവാദമല്ലേ? അതാദ്യം കുട്ടികളെ മനസ്സിലാക്കണം. എൻ്റെ കുട്ടി എന്താണ്, അവന്റെ കഴിവുകൾ എന്താണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും കഴിവുകളും ഒരുപോലെ ആയിരിക്കില്ല. എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, അവന് ഇത്രേ പറ്റുള്ളൂ. ചിലപ്പം പഠിത്തത്തിൽ പുറകിലായിരിക്കുന്ന ഒരു കുട്ടി ബാക്കിയുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസ്, പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മികച്ചതായിരിക്കാം. അപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെയാണെന്ന് ആദ്യം മാതാപിതാക്കളും കുട്ടികളെ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ പഠിത്തത്തിന്റെ ഒരു പ്രഷർ ഈ കുഞ്ഞുങ്ങളിലേക്ക് അവർക്ക് കിട്ടുന്ന സമയം മിക്കവാറും പേരൻസ് പഠിത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നല്ലേ? അങ്ങനെ ഒരു പ്രഷർ പേരൻസ് കുഞ്ഞുങ്ങളിലേക്ക് ചെലുത്തുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ കൂടെ +2 വരെ പഠിച്ചതാണ്. ആ കുട്ടി ഇപ്പോഴും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളിപ്പം 3rd years ആയി. അപ്പം അവളിപ്പോഴും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അവളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വീട്ടിലെ പ്രഷർ കൊണ്ട് തന്നെയാണ് അത്രയും വരുന്നതെന്നാണ്. ഒരിക്കലും അങ്ങനെ നമ്മുടെ കുട്ടികളോട് നീ ഇതായി പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നീ ഇത് എഴുതിയെടുത്തേ പറ്റത്തുള്ളൂ എന്നൊരിക്കലും അവരോട് പറയരുത്. കാരണം അവർക്ക് ഉള്ള അഭിരുചി വേറെ ആയിരിക്കും. അപ്പം അത് മനസ്സിലാക്കി അവരെ ആ ഒരു ടൂ മച്ച് പ്രഷർ കുഞ്ഞുങ്ങൾക്ക് ഈ അക്കാഡമിക് ഏരിയയിൽ കൊടുക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? അവർക്കും ഒരു ഒത്തിരി അങ്ങ് പ്രഷർ ചെലുത്താതെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിപ്രായങ്ങളും മാതാപിതാക്കൾ കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ പഠിത്തത്തെക്കുറിച്ച് മാത്രമല്ല നിന്നെക്കുറിച്ച് എൻ്റെ കൺസേൺ, പിന്നെയോ നിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളൊരു കൺസേൺ എനിക്കുണ്ട്, നിന്റെ ആരോഗ്യത്തെക്കുറിച്ചൊരു കൺസേൺ ഉണ്ട്, നിന്റെ വളർച്ചയെക്കുറിച്ചൊരു കൺസേൺ ഉണ്ട്. ഈ കൺസേൺ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കളെ കൊണ്ട് സാധിച്ചാൽ അവർക്ക് മാനസിക ആരോഗ്യം ഉണ്ടാകുവാനുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിൽ മാതാപിതാക്കൾ ഉണ്ടാക്കുക. നിങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ നല്ല റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു കുടുംബ അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾക്ക് വളരുവാൻ സാധിക്കുക. വലിയ അക്കാഡമിക് പ്രഷർ മാത്രം കുഞ്ഞുങ്ങളുടെ മേൽ ചെലുത്താതെ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അവരെക്കുറിച്ച് ഞങ്ങൾ കൺസേൺഡ് ആണ് എന്നുള്ള ഒരു അവബോധം ഈ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന സംഗതി. അപ്പോൾ ഭവനത്തിന് ഈ മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഭവനം അല്ലാതെ ഇവരുടെ പഠന മേഖലകളൊക്കെ ഉണ്ടല്ലോ, കോളേജുകൾ, സ്കൂളുകൾ, അവിടെയൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനും വളർത്താനായിട്ടും നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ആസ് എ ടീച്ചർ? നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യത്തിൻ്റെ മറുപടിയും കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കഴിഞ്ഞിട്ട് ഞാനത് പറയാം. കാരണം ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള പലപ്പോഴും ഇപ്പോഴുള്ള കൺസേൺ ആ കുട്ടിയുടെ
പഠനത്തിൻ്റെ മുൻപതി എത്തുന്ന മാത്രമേ ഉള്ളൂ. ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ് ഒരിക്കലും മാതാപിതാക്കൾ ചിന്തിക്കാറില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ തന്നെയാണെങ്കിൽ എൻട്രൻസ് എക്സാം പാസ്സാകുക, മെഡിസിന് പോവുക, എഞ്ചിനീയറിംഗ് പോവുക, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ മാതാപിതാക്കൾ അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഉണ്ട്. അത് വളരെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രണ്ടാമത് ഇവിടെ ഒരു സഹതി പറയുകയുണ്ടായി, മാതാപിതാക്കളുടെ പെരുമാറ്റം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു അപ്പൻ അല്ല അമ്മയോ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്ന് പണ്ട് വേണം കുട്ടികൾ മനസ്സിലാക്കാൻ. കാരണം അവരോടൊത്തിരി ഉപദേശം നൽകിക്കൊണ്ടോ ഒന്നും കാര്യമില്ല. അവർക്ക് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ആകുക എന്നുള്ളത് മാതാപിതാക്കൾക്കൊരു കടമയുണ്ട്. അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കുന്നോ അതവർ മിക്കവാറും പഠിക്കത്തില്ല. എന്നാൽ നിങ്ങൾ എന്താണോ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കും. അതാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് സംഗതി ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? യു ബി എ മോഡൽ ടു ദം അല്ലേ? ഓക്കെ, യെസ്. പിന്നെ ഇവർ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷനൊക്കെ വേണമെന്നുള്ള, അതും വളരെ നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ആ ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ പഠനത്തെ മാത്രമല്ല ബാക്കിയുള്ള ജീവിതവും അവരുടെ യാത്രയും അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം മാതാപിതാക്കൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അതിന് എളുപ്പവഴി പറയുന്ന ഒരു ഡെയിലി ഡോസ് ഓഫ് ഡയലോഗ്, DDD, അത് എപ്പോഴും മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. അത് ഏറ്റവും നല്ലത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയത്ത്, മിക്കവാറും രാത്രി കാലങ്ങളായിരിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് പലപ്പോഴും പ്രാർത്ഥനയുടെ സമയത്ത് TV ഓൺ ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അടുത്തടുത്ത മുറികളിൽ പോയിരുന്ന് വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ നോക്കിക്കൊണ്ട് പലപ്പോഴും പ്രാർത്ഥനയെ അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെയോ കുട്ടികൾക്ക് മാതൃകയായിരിക്കുന്നോ പ്രാർത്ഥനയുടെ കാര്യത്തിലും അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന കാര്യത്തിലും, അവരുടെ മൊത്തത്തിലുള്ള ജീവിതം തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. അങ്ങനെയുള്ള മാതാപിതാക്കൾ കുട്ടികളെ അധികം ഉപദേശിക്കുകയൊന്നും വേണ്ട. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജി പറഞ്ഞ പോലെ അത് വളരെ ശരിയാണ്. കുടുംബം എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് ഈ മാനസിക ആരോഗ്യം പകർന്നു കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫിംഗ് ആണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് വല്ല റോളും ഉണ്ടോ? തീർച്ചയായിട്ടും അതിന് റോളുണ്ട്. കാരണം ഈ കുടുംബത്തിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണേൽ പറയാം നമ്മുടെ കലാലയങ്ങൾ. പക്ഷേ പലപ്പോഴും ഈ കലാലയ ജീവിതത്തിലും അതിൻ്റെ അധികാരികളും നമ്മുടെ കരിക്കുലവും എല്ലാം മറന്നുകൊണ്ട് കുട്ടികളുടെ ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ അവിടെ ബൗദ്ധികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ. അത് പാടില്ല. കാരണം കുട്ടികൾ വരിക എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, കുട്ടികൾക്കെല്ലാം പല പല കഴിവുകളുണ്ട്. പലപ്പോഴും കുട്ടികൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന അവരുടെ ഇഷ്ടം കൊണ്ട് മാത്രമല്ല, പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു പ്രഷറുണ്ട്, പ്രേരണ കൊണ്ട്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങ് സമ്മതിക്കും. അതേസമയം അവർക്ക് ഒത്തിരി കഴിവുകളുള്ളത് മാതാപിതാക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരു ചിന്താഗതിയുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി ആ ലൈനിലോട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് പലപ്പോഴും സ്ഥാപനങ്ങൾ കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമുക്കും സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ, കാരണം കുട്ടികളെ ശരിയായിട്ട് രീതിയിൽ പഠിപ്പിച്ച് യൂണിവേഴ്സിറ്റി നമ്മുടെ ഓഫീസറിയായിട്ട് നമ്മുടെ കൗൺസിൽ സ്റ്റാറ്റ്യൂട്ടറി കൗൺസിലിനുണ്ട്, നിയമങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റിയുടെയുള്ള ചില നിയമങ്ങളുണ്ട്, അതിൻ്റെ പരീക്ഷ നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വളരെയധികം പ്രഷറൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പോൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഞങ്ങളുടെ ഇത്. അപ്പോൾ അവർ നിഷ്കർഷ അനുസരിച്ച് ഓരോ കോളേജിലും ഒരു കൗൺസിൽ അനുസരിച്ച് നമുക്ക് പോയെങ്കിലും ഒക്കത്തുള്ളൂ. ഈ സിലബസിൽ കൂടാതെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം വളർത്തുവാൻ ഈ ക്യാമ്പസിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? കാരണം ഈ അക്കാഡമിക് എക്സലൻസ് എന്നുള്ള ആളെ പലപ്പോഴും അധികാരികൾ മുന്നിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം. പക്ഷെ പലപ്പോഴും വരുന്ന കുട്ടികൾ പോലും അവർക്ക് ഒത്തിരി താല്പര്യം, എല്ലാവരും അല്ല, കുറച്ച് ന്യൂനപക്ഷങ്ങൾ ഇതിന് താല്പര്യക്കുറവുണ്ട്. കാരണം അവരുടെ വളർച്ചയിൽ അല്ലെ 8ാം ക്ലാസ് മുതൽ തന്നെ എപ്പോഴും പഠനം എന്നല്ലാതെ ഒരു എക്സ്ട്രാ കരിക്കുലറോ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് അവർക്ക് സമയം ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ഇതിനു വേണ്ടി സാധാരണയുള്ള പഠനത്തിൻ്റെ സമയം അനുസരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആർട്സിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അവർക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള അവരുടെ ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. സിസ്റ്ററെ, ഈ മൂല്യബോധങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് ഈ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? കുടുംബത്തിൽ നിന്ന് ഉള്ള പോലെ തന്നെ ഒരു പങ്ക് സ്ഥാപനങ്ങളിൽ നിന്നും
കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കൊടുക്കാനായിട്ട് സാധിക്കണം. അധ്യാപകർക്ക് അതിന് ഒന്ന് സാധിക്കണം. വ്യക്തമാക്കാവോ? സ്ഥാപനങ്ങൾക്ക് ഈ മൂല്യബോധം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുട്ടികളെ പേഴ്സണലായിട്ട് കണ്ട് അവരോട് സംസാരിച്ച് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ കുറച്ച് അവരെ മനസ്സിലാക്കാൻ അധ്യാപകർക്കും സാധിക്കണം. ഒരു വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുകയാണെങ്കിൽ അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൂല്യബോധങ്ങൾ മാത്രമല്ല, അവരുടെ ടോട്ടൽ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് കുടുംബം പോലെ തന്നെ സ്ഥാപനങ്ങൾക്കും വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലേ? ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാണല്ലോ. സാറും സിസ്റ്ററും ഒക്കെ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ കാര്യമല്ല, കുട്ടികളെ അങ്ങനെ ചെയ്യണം. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് അധ്യാപകർക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതിപ്പം നമ്മൾ മാർക്ക് അല്ലെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവരും നടത്തുന്ന ഒരു കമ്പാരിസൺ ആണ്. അല്ല, അവൾ അത് എഴുതി, അവൾ ഇത് ചെയ്തു. അപ്പം മിസ്സേ ഞങ്ങളും ചെല്ലുമ്പോൾ പറയും, അയ്യോ കുട്ടികളെ എനിക്കത് പറ്റത്തില്ല, എൻ്റെ ജോലി പോവും, എനിക്കത് ചെയ്യണം, അങ്ങനെ വരും. അപ്പം അവരിൽ നിന്ന് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് ആദ്യം ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയാലേ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കുട്ടികൾ അങ്ങനെയാണ്, കുട്ടികൾ നിർബന്ധിച്ച് താരതമ്യം ചെയ്യാതെ ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് തരികയാണെങ്കിൽ ഞങ്ങളുടെ മാനസികാരോഗ്യം കുറച്ചുകൂടെ വളരും എന്നാ പറയും. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മാനസികാരോഗ്യമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാനസിക ആരോഗ്യം ഏത് സാഹചര്യങ്ങളെയും ക്രിയാത്മകമായി നേരിടുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ ബന്ധങ്ങളിലൂടെ പ്രകടമാകണം, നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയിലൂടെ പ്രകടമാകണം, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ പ്രകടമാകണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും പ്രകടമാകണം. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ കുടുംബത്തിൻ്റെ ഒരു സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന മെൻ്റൽ ഹെൽത്തിനെ കൂടുതൽ വളർത്താനായിട്ട് സാധിക്കും എന്ന് ചർച്ച ചെയ്ത് നമ്മൾ തുടങ്ങി. ഇതിൻ്റെ വിവിധ വശങ്ങൾ ഇനിയും കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച തുടരാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മിക്ക കോളേജുകളിലും വന്ന് പഠിച്ചു പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്, അല്ലാതെ ക്യാമ്പസിൽ തന്നെ ജീവിക്കുക എന്നൊരു കോൺസെപ്റ്റ് അല്ല. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ സ്വാർത്ഥതയെ ഒന്ന് മാറ്റിയിട്ട് മറ്റുള്ളവരോടുള്ള ഒരു കൺസേൺ ഉണ്ടാകത്തക്ക രീതിയിൽ ഞങ്ങളെ ഒന്ന് എക്വിപ്പ് ചെയ്യണം. ഒരാളുടെ മാനസിക വളർച്ച ചെയ്യേണ്ടതും അവൻ തന്നെയല്ല, ചുറ്റും അവന്റെ പേരൻസ്, അവന്റെ സമൂഹം, അവനെ പഠിപ്പിക്കുന്നവരെ, അതെല്ലാമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. രോഗം മാറ്റുന്നതിൽ വലിയൊരു പങ്കെന്ന് പറയുന്നത് ആ രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസമാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.